ഹലോ, ക്യാൻവ ഗ്രാഫിക് ഡിസൈൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ പ്രസൻറ്റേഷൻസ് നിർമ്മിക്കാമെന്നാണ്. പ്രസൻറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്ലാസ് റൂമിൽ അതല്ലെങ്കിൽ പ്രൊജക്റ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് സ്മാർട്ടായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് പ്രസൻറ്റേഷൻ. അതിനായിട്ട് ക്യാൻവയിലെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ബാർ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞിട്ടാണ് ഈ പ്രസൻറ്റേഷൻസ് എന്നുള്ള ഈ ഐക്കൺ വരുന്നത്. ഈ പ്രസൻറ്റേഷൻസ് ഐക്കൺ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വൈറ്റ് ക്യാൻവാസ് ആണ് ലഭിക്കുക. ഈ ക്യാൻവാസിൻ്റെ താഴത്തൊരു പേജ് ഉണ്ട്. കൂടുതൽ പേജ് ആവശ്യമുണ്ടെങ്കിൽ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ പേജുകൾ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ്, 3 പേജുകൾ ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ 3 പേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 പേജിലേക്കും ഡിസൈൻ എങ്ങനെ കൊണ്ടുവരാമെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പ്രസൻറ്റേഷൻസ് നമുക്ക് ക്യാൻവയിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ ഡിസൈൻ എന്നുള്ള ഈ ഓപ്ഷൻ. ഈ ഓപ്ഷനിൽ നമുക്ക് ആൾറെഡി ചെയ്തു വെച്ച ഒരുപാട് പ്രസൻറ്റേഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏകദേശം എല്ലാ ടോപ്പിക്കിലും ഈ പ്രസൻറ്റേഷൻസ് ലഭ്യമാണ്. നിങ്ങൾക്കിപ്പോൾ ക്ലാസ് എടുക്കേണ്ട ടോപ്പിക്ക്, ആ ടോപ്പിക്ക് മാത്രം ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് എന്നുള്ളിടത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ പ്രസൻറ്റേഷൻസ് കിട്ടും. പിന്നെ അത് നിങ്ങൾ ക്ലാസ്സിലങ്ങ് പ്രസൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. ഇനി ചെയ്തെടുക്കേണ്ടത് നമ്മൾ സിമ്പിളാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ സെർച്ച് പ്രസൻറ്റേഷൻ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഭാഗത്തുണ്ടല്ലോ, ക്ലിക്ക് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ സെർച്ച് പ്രസൻറ്റേഷൻസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ഏതൊരു സബ്ജക്റ്റാണോ ക്ലാസ് എടുക്കേണ്ടത്, സബ്ജക്റ്റ് അല്ല, ഏതൊരു സബ്ജക്റ്റിൽ ഏതൊരു വിഷയമാണോ, ഏതൊരു ടോപ്പിക്കാണോ ക്ലാസ് എടുക്കേണ്ടത്, ആ ടോപ്പിക്ക് ജസ്റ്റ് ഒന്നിവിടെ സെർച്ച് ചെയ്യാം. ഞാനിവിടെ ഹ്യൂമൻ സൈക്കോളജി എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഹ്യൂമൻ സൈക്കോളജി സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ഹ്യൂമൻ സൈക്കോളജി വന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ ഫസ്റ്റ് തന്നെ വന്നത് ചൈൽഡ് സൈക്കോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്, പിന്നെ സോഷ്യൽ സയൻസ്, ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നൊരു ഇത് കാണാനൊക്കെ 14 പേജ് ഉണ്ട്. ഇതൊക്കെ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള ആ ഒരു പ്രസൻറ്റേഷൻസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇനി സൈക്കോളജി ഒക്കെ പഠിപ്പിക്കുന്നവർക്ക് ഈ ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള ഈ ഒരു പ്രസൻറ്റേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക. ക്ലാസ് കുട്ടികളെല്ലാം മനസ്സിലാവും ചെയ്യും. നിങ്ങൾക്കും ഏതൊരു സബ്ജക്റ്റും അവൈലബിൾ കേട്ടോ. ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി അപ്ലൈ ആൾ പേജസ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ഏതൊരു ടോപ്പിക്കാണോ വേണ്ടതെന്നുള്ള സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക ഏത് ടെംപ്ലേറ്റ് ആണ് ആവശ്യമുള്ളത്. ഈ ഒരു ടെംപ്ലേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം അപ്ലൈ ഓൾ 14 പേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലുള്ള 14 പേജും ഇവിടെ ആഡായി അല്ലേ. ഇനി ഇതെങ്ങനെ ക്ലാസ് എടുക്കാൻ നമുക്ക് നോക്കാം. ഇത് വെച്ച് എങ്ങനെ ക്ലാസ് എടുക്കാൻ നോക്കാം. ഇവിടെ 14 പേജ് വന്നല്ലോ അല്ലേ. ക്ലാസ് എടുക്കാനായിട്ട് ഏറ്റവും മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് വലത്തെ സൈഡിൽ ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് കാണുന്നത്, ഇടത് സൈഡിൽ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഓപ്ഷനാണ്, ആ 3 ലൈന്. അതിന് നേരെ അപ്പുറത്തുള്ള ഉണ്ട് ഓപ്ഷന് ജസ്റ്റ് ബാക്കിലേക്ക് പോകാൻ, അതല്ല, അത് കഴിഞ്ഞിട്ട് ഉള്ള 3 ഡോട്ട് എന്താണ്, അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ മാറ്റാനുള്ള ഓപ്ഷനാണ്. അതും കഴിഞ്ഞ് ഏറ്റവും തലക്കൽ ഷെയർ ഓപ്ഷൻ ഉണ്ട് അല്ലേ. ആ ഷെയർ ഓപ്ഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ആ ഷെയർ ഓപ്ഷൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്കൊരു ടി വിൻ്റെ ഒരു ഫോട്ടോ കാണാമല്ലേ. ഏറ്റവും മുകളിലായിട്ട് ടി വി പോലുള്ള ഓപ്ഷൻ കണ്ടില്ലേ. ആ ഓപ്ഷനിലാണ് നമ്മൾ പ്രസൻറ്റേഷൻസ് അവതരിപ്പിക്കൽ. അതിനായിട്ട് അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നല്ലേ. ഇനി നമ്മളെ ഫോൺ ടി വി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. കേബിൾ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻസ് വഴിയോ ഫോൺ ടി വി വഴി കണക്ട് ചെയ്യാം. ടി വി ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റൊട്ടേഷൻ ഓൺ ആയി കേട്ടോ. സ്ക്രീൻ റൊട്ടേഷൻ ഓൺ ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻ ഇങ്ങനെ പിടിക്കുക. ഇപ്പോൾ നമ്മളെ ടി വിയിൽ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഈ തിയറി വന്നിട്ടുണ്ടാവും ഫുൾ സ്ക്രീനിൽ. ഇനി ഇവിടെ
ഇടതേ സൈഡിൽ 1/14 കണ്ടില്ലേ? 1 എന്നുള്ളത് ഇപ്പോൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പേജ്, 14 എന്നുള്ളത് 14 പേജ് ടോട്ടൽ ഉള്ളത്. വലത്തേക്ക് ഒരു ആരോ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും. വാട്ട് ഈസ് ദ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള പേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുകൂടി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈ ഡസ് ഇറ്റ് മാറ്റേഴ്സ്, ഒന്നിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദ 8 ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, മനുഷ്യൻ്റെ 8 തരം ബുദ്ധികളാണ് ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള ഈ ലെസണിൽ പറയുന്നത്. ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഭാഷാപരമായിട്ടുള്ള കഴിവ്. 7 തരം കഴിവുകളാണ്. പഠിക്കുക എന്ന് മാത്രമല്ല കഴിവ്, പലതരം കഴിവുകളാണ് ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ളതിൽ പറയുന്നത്. അതാണ് ഈ ഒരു തിയറി വിശദീകരിക്കുന്നത്. അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ നമുക്ക് TV ആയിട്ട് കണക്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഓരോന്നിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അതൊന്നുകൂടി സ്മാർട്ടാവും. നെക്സ്റ്റ് അടിച്ചപ്പോൾ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, പിന്നെ നെക്സ്റ്റ് അടിച്ചപ്പോൾ മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ബോഡി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, സ്പാഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. അല്ലേ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് ക്ലാസ് എടുക്കുന്നത്, ആ സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുക്കേണ്ടത്, അതിൻ്റെ ടെംപ്ലേറ്റ് ഈ ഏറ്റവും താഴത്തെ ഡിസൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെർച്ച് പ്രസൻറ്റേഷൻസ് എന്നുള്ളതിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ അതിന് ടെംപ്ലേറ്റ് വരും. ആ ടെംപ്ലേറ്റ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എടുക്കാം. ക്ലാസ് എടുക്കാനായിട്ട് ചെയ്യേണ്ടത് ഈ പേജ് ഇതിലേക്ക് ആഡ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ ആ TVൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, 2 കാലിൽ TV നിൽക്കുന്ന ആ ഒരു ചിഹ്നം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫോൺ TV ആയിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇടത് സൈഡിൽ 1:15 കണ്ടില്ലേ? 1 എന്നുള്ള ഇപ്പോൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പേജ്, 15 എന്നുള്ള ടോട്ടൽ 15 പേജല്ലേ. നെക്സ്റ്റ് അടിച്ചാൽ 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി. ഇങ്ങനെ നമുക്ക് ആ ഒരു കണ്ടന്റിന് ക്ലാസ് എടുക്കാം. ഇനി നിങ്ങളുടെ വിഷയം ഇതിലില്ലാത്ത വിഷയമാണെന്നുണ്ടെങ്കിൽ, ക്യാൻവയിൽ ഇല്ലാത്ത വിഷയമാണെന്നുണ്ടെങ്കിൽ, ഏകദേശം എല്ലാ വിഷയങ്ങളും ക്യാൻവയിലുണ്ട്, ഇല്ലാത്ത വിഷയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നിർമ്മിക്കാം. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏതൊരു വിഷയമാണോ വേണ്ടത് ആ ഒരു വിഷയം സെർച്ച് ചെയ്യാം. ഞാനിവിടെ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫോട്ടോ വന്നല്ലേ, ദ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ, പോയിന്റ്, ലൈന്, ഷേപ്പ്, ഫോം, ടെക്സ്ചർ, കളർ, വാല്യൂ, സ്പേസ്. ഇതിപ്പോൾ ഡിസൈനിൻ്റെ ഒരു തിയറിക്കൽ ക്ലാസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാം, ഈ ഒരു ഫോട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഡൗൺലോഡ് ചെയ്തു ശേഷം ഞാൻ ക്യാൻവയിലേക്ക് വരുന്നു. ക്യാൻവയിൽ ഡിസൈൻ എലമെൻറ്റ് ടെക്സ്റ്റ് ഗാലറി കണ്ടില്ലേ, ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ടു പേജ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഞാൻ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൽ കറക്റ്റ് ചെയ്ത് വെക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ക്യാൻവയിൽ ഇല്ലാത്ത, ഇതിപ്പോൾ ഞാൻ ക്യാൻവ എന്നല്ലല്ലോ, ക്യാൻവയിൽ ടെംപ്ലേറ്റ് ഒന്നും വെച്ചിട്ടല്ല, ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എടുത്ത കണ്ടൻ്റാണ്. ഞാൻ ഡിസൈൻ്റെ തിയറിക്കൽ ക്ലാസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ഏതൊക്കെ കണ്ടൻ്റ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്, അതൊക്കെ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഗൂഗിളിൽ നമ്മൾ എന്ത് ചെയ്യാം, എടുക്കുക. ഞാൻ എലമെൻറ്റ്സ് ഓഫ് ഡിസൈന് സെർച്ച് ചെയ്തു. അതിലിപ്പോൾ ഒരുപാട് വന്നു. അതിലിപ്പോൾ ഞാൻ ഷേപ്പ് ക്ലാസ് എടുക്കാൻ പോകുന്നു കേട്ടോ. ഞാൻ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ ഷേപ്പ് എന്ന് സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷേപ്പ് ഇൻ ഗ്രാഫിക് ഡിസൈൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇമേജസ് കിട്ടും. അപ്പോൾ ഏതൊരു ഇമേജാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇമേജ് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക.
ശേഷം ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം ക്യാൻവ ഓപ്പൺ ചെയ്യുക. പിന്നെ ഗാലറി എന്നുള്ള ഓപ്ഷനിൽ ആ ഷേപ്പ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആഡ് ടു പേജ് എന്ന് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജ് പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് പേജ് ആഡ് ചെയ്യുക ഫസ്റ്റ് കേട്ടോ. പേജ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ വരും, ഒന്നിൻ്റെ മേലെ തന്നെ വരും. പേജ് ആഡ് ചെയ്തതിന് ശേഷം ആ പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഗാലറി എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം ഇതിൽ ഡ്രാഗ് ചെയ്തിട്ട് വലിക്കുക കേട്ടോ. ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇതങ്ങനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ക്യാൻവയുടെ ഏറ്റവും മുകളിലായിട്ട് ഒരു ടിവിൻ്റെ ഒരു ചിഹ്നം കണ്ടില്ലേ, ആ ഒരു ചിഹ്നം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ശേഷം നമുക്ക് മൊബൈലിൻ്റെ റൊട്ടേഷൻ ഓൺ ആക്കുക. ഓട്ടോ റൊട്ടേറ്റ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ഫോൺ എങ്ങനെയാണ് ടി വിയിൽ കണക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടംപോലെ ക്ലാസ് ഉണ്ട്. എങ്ങനെ ചെയ്യാം, ഏതൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണ് എങ്ങനെ ടി വി ആയിട്ട് കണക്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലെ സ്ക്രീന് ടി വിയിൽ വിസിബിൾ ആവും. അങ്ങനെ വിസിബിൾ ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നെക്സ്റ്റ് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എടുക്കാം. അതുപോലെ ജസ്റ്റ് പറഞ്ഞു പോവാണ്. എലമെൻറ്റ്സ് ഓഫ് ദ ഡിസൈനിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഡിസൈൻ സൃഷ്ടിക്കാൻ കഴിയില്ല. ഫസ്റ്റ് പോയിന്റുകളാണ്, പിന്നെ ലൈൻസുകൾ, പിന്നെ ഷേപ്പുകൾ, ഫോംസുകൾ, ടെക്സ്ചർ, കളർ, വാല്യൂ, സ്പേസ്, ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ തന്നെ ഇപ്പോൾ ഞാൻ ഷേപ്പ് മാത്രം ക്ലാസ് എടുക്കാൻ പോവുകയാണ്. ഷേപ്പ് തന്നെ പല തരത്തിലുണ്ട്. ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് നമുക്ക് എടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ക്യാൻവയുടെ പ്രോ വേർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഞാൻ ചെറിയ ബജറ്റിൽ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.